കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് റഷ്യ നിർമ്മിച്ച Tu-160 എന്ന ബോംബർ വിമാനം ഇന്ത്യ വാങ്ങണം എന്ന സംസാരം ഇന്റർനെറ്റിൽ വൈറലായിരുന്നു. ഈ പ്രത്യേക ബോംബർ വിമാനം എങ്ങനെ ഇന്ത്യക്ക് ഒരു ഗെയിം ചേഞ്ചർ ആകാൻ പോകുന്നു? ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാൻ പോകുന്നത്. ഒന്നാമതായി, ഈ ബോംബർ വിമാനത്തെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ബോംബർ വിമാനം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനു മുൻപ് നമ്മൾ പല യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം യുദ്ധവിമാനങ്ങളെയാണ് ബോംബിംഗ് റോളുകൾക്കായി ഉപയോഗിച്ചിരുന്നത്. ബോംബിംഗ് റോളിനായി നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങൾ ജാഗ്വാർ, മിറാഷ് 2000, സുഖോയ് Su-30 MKI എന്നിവയാണ്. ഈ മിറാഷ് 2000 കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ പാകിസ്ഥാനിലേക്ക് അയക്കുകയും ചില തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള ബോംബ് ആക്രമണത്തിനായി ഉപയോഗിച്ചിരുന്നു. അത് തിരികെ കൊണ്ടുവരികയും ചെയ്തു. കൂടാതെ ഇസ്രായേൽ എന്ന രാജ്യം F-16 എന്ന ഫൈറ്റർ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ലബനിലും ഗാസയിലും ഇപ്പോഴും ബോംബ് ആക്രമണം നടത്തുന്നത്. ഇസ്രായേലിന്റെ പക്കലും യാതൊരു ബോംബർ എയർക്രാഫ്റ്റും ഇല്ല. അവർ ബോംബിംഗ് റോളുകൾക്കായി ഫൈറ്റർ ജെറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോ യുദ്ധവിമാനങ്ങൾ ബോംബ് ആക്രമണത്തിന് ഉപയോഗിക്കാം എന്നത് ലോകത്തിലെ എല്ലാവർക്കും അറിയാം. അതൊരു വസ്തുതയാണ്. ബോംബർ വിമാനങ്ങൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ എന്നൊന്നുമില്ല. പക്ഷേ ബോംബർ വിമാനങ്ങൾക്ക് ചില പ്ലസ് പോയിന്റുകളുണ്ട്. ആ പ്ലസ് പോയിന്റ് ആദ്യം അറിയണം. ആദ്യത്തേത് റേഞ്ച് ആണ്. യുദ്ധവിമാനങ്ങളുടെയും റേഞ്ച് വളരെ ഉയർന്നതാണ്. ഒരു യുദ്ധവിമാനത്തിന്റെ കോമ്പാക്ട് റേഡിയസ് 2000 കിലോമീറ്റർ ആണ്. എന്നാൽ ഈ പ്രത്യേക ബ്ലാക്ക് ജാക്ക് എന്ന ബോംബർ എയർക്രാഫ്റ്റിന്റെ ഫൈറ്റിംഗ് കോമ്പാക്ട് റേഡിയസ് നോക്കിയാൽ കുറഞ്ഞത് 8000 കിലോമീറ്റർ ആണ്. 12000 കിലോമീറ്റർ വരെയും പറക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോ ഇത്രയും വലിയ കോമ്പാക്ട് റേഡിയസ് തന്നെയുണ്ട്. കൂടാതെ ഒരേയൊരു ബോംബർ വിമാനത്തിൽ 16 മിസൈലുകൾ വഹിക്കാൻ സാധിക്കും. എന്നാൽ അതേത് നമ്മുടെ സുഖോയ് Su-30 MKIയിൽ വെറും ഒരേയൊരു ബ്രഹ്മോസ് മാത്രമേ വഹിക്കാൻ സാധിക്കൂ. ഇപ്പോ കോൺഫിഗറേഷനിൽ എയർ ലോഞ്ചിന്റെ ബ്രഹ്മോസ് നോക്കിയാൽ അതിലും ഒന്ന് മാത്രമേ വഹിക്കാൻ സാധിക്കൂ. ബ്രഹ്മോസ് NGVയിൽ നമുക്ക് ഒന്നിലധികം വഹിക്കാൻ സാധിക്കും. അപ്പോ എത്ര തന്നെ ബോംബിംഗ് റോളിനായി ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ചാലും ചില വലിയ ബോംബുകൾ എടുത്തുകൊണ്ടു പോകണം എന്നുള്ളപ്പോൾ ബോംബർ വിമാനങ്ങൾ തന്നെ വേണം. കൂടാതെ ശത്രു വളരെ അകലെയാണെങ്കിൽ നിങ്ങൾ ബോംബർ വിമാനങ്ങൾ തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ആശയം. കൂടാതെ ബോംബിങ്ങിനായി ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 8 മുതൽ 9 യുദ്ധവിമാനങ്ങൾ ആവശ്യമായി വരും. അതേസമയം ഒറ്റ ബോംബർ വിമാനം ഉണ്ടെങ്കിൽ മാത്രം മതി. ആ ഒരു ബോംബർ വിമാനത്തിന് 8 യുദ്ധവിമാനങ്ങളെ വഹിക്കാനുള്ള ശേഷിയുണ്ട്. ഇത്രയും പേലോഡ് കപ്പാസിറ്റി ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒരേയൊരു വിമാനം മാത്രമുണ്ടെങ്കിൽ മതി. ഈ ഒരു ബോംബർ വിമാനത്തെ സംരക്ഷിക്കാൻ 2 എസ്കോർട്ട് ഫൈറ്റർ ജെറ്റുകളെയും അയച്ചാൽ മതി. ഇതിനുവേണ്ടി നിങ്ങളുടെ മൊത്തം അസറ്റും അവിടെ ഉപയോഗിക്കേണ്ടി വരില്ല. എന്നാൽ ഇതേ സമയം ഫൈറ്റർ ജെറ്റ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പ്രത്യേകം ഫൈറ്റർ ജെറ്റ് സ്ട്രൈക്ക് പാക്കേജ് വേണം. അതിന് എസ്കോർട്ട് ചെയ്യാൻ സുഖോയ് വിമാനങ്ങൾ അല്ലെങ്കിൽ റഫേൽ യുദ്ധവിമാനങ്ങൾ, ഇങ്ങനെ അതിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. 80-90 വിമാനങ്ങൾ വരെയും ഒറ്റ സ്ട്രൈക്കിന് വേണ്ടി ഉപയോഗിക്കേണ്ടതായി വരും. എന്നാൽ ബോംബർ എയർക്രാഫ്റ്റ് ആണെങ്കിൽ ഒരു ഡസനിൽ തന്നെ അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പോ ഇതാണ് ആശയം. ഇപ്പോ നമുക്ക് ബോംബിംഗ് റോൾ നടത്തണമെങ്കിൽ അത് പാകിസ്ഥാനെതിരെയും ചൈനയ്ക്കെതിരെയും മാത്രമായിരിക്കും. രണ്ടുപേരുടെ പക്കലും വലിയ വ്യോമസേനയുണ്ട്. അവരുടെ പക്കൽ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. അതിനാൽ പതിയെ പറന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു ബോംബർ എയർക്രാഫ്റ്റ് ഉപയോഗിച്ചാലും അത് അവരെ കൊണ്ട് വളരെ എളുപ്പത്തിൽ വെടിവെച്ച് വീഴ്ത്താൻ സാധിക്കും. എന്നാൽ Tu-160 എന്നത് പതുക്കെ പറക്കുന്ന ബോംബർ വിമാനം അല്ല. ഇത് വളരെ വേഗത്തിലാണ് പറക്കുന്നത്. ഇതിന്റെ വേഗത മാക് 2 ആണ്. മണിക്കൂറിൽ 2220 കിലോമീറ്റർ വേഗതയിൽ ഇതിനെ കൊണ്ട് പറക്കാൻ സാധിക്കും. 4 ടെർബോഫാൻ ജെറ്റ് എഞ്ചിനുകൾ ഇതിലുണ്ട്. സത്യത്തിൽ ഈയൊരു ബോംബർ വിമാനത്തെ അമേരിക്കയുടെ B-1B ലാൻസറുമായി താരതമ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ താരതമ്യം ചെയ്യുന്ന എല്ലാവരെയും അതിശയിപ്പിക്കുന്നത് B-1B ലാൻസർ ബോംബറിലെ അതേ എഞ്ചിൻ ആഫ്റ്റർ ബേണർ ഉപയോഗിച്ച് പുറത്തുവിടുന്ന ത്രസ്റ്റ് ഈ ബ്ലാക്ക് ജാക്ക് എന്ന റഷ്യൻ ബോംബർ എയർക്രാഫ്റ്റ് ആഫ്റ്റർ ബേണർ ഉപയോഗിക്കാതെ തന്നെ പുറത്തിറക്കും. അത്രത്തോളം പവർഫുള്ളായ എഞ്ചിൻസ് ആണ് ഈ ബോംബർ എയർക്രാഫ്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് കാര്യക്ഷമത ഇല്ലാത്ത എഞ്ചിനാണ്. ഇതിന് കൂടുതൽ ഇന്ധനം ചിലവാകും. അതിനാൽ ഇങ്ങനെ ഒരു എയർക്രാഫ്റ്റിനെ നമ്മുടെ വ്യോമസേനയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിന്റെ വേഗത കാരണം ഈ ഒരു ബോംബർ വിമാനത്തെ അത്ര എളുപ്പത്തിൽ വെടിവെച്ച് വീഴ്ത്താൻ സാധിക്കില്ല. ഇപ്പോ ചൈനയുടെ പക്കലുള്ള ബോംബർ വിമാനം എടുത്താൽ അത് വളരെ സാവധാനത്തിലായിരിക്കും പോവുക. എത്ര തന്നെ പേലോഡ് കപ്പാസിറ്റി കൂടുതലാണെങ്കിലും അതിനെ എളുപ്പത്തിൽ വെടിവെച്ച് വീഴ്ത്താൻ സാധിക്കും. എന്നാൽ ഈ എയർക്രാഫ്റ്റ് മാക് 2 പോകുന്നത് കൊണ്ട് തന്നെ ഇതിനെ വെടിവെച്ച് വീഴ്ത്തുക അത്ര എളുപ്പമല്ല. കൂടാതെ
ഈ ബോംബർ വിമാനം ശത്രുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം എന്ന ആവശ്യകതയും ഇല്ല. ലോങ് റേഞ്ച് സ്റ്റാൻഡ് ഓഫ് മിസൈൽസ് ഉപയോഗിച്ച് ഒരു സുരക്ഷിതമായ അകലത്തിൽ നിന്ന് തന്നെ നമുക്ക് മിസൈൽസ് അയച്ച് തിരികെ വരാനും സാധിക്കും. തറയിൽ നിന്ന് ഒരു മിസൈൽ അയക്കുന്നതിനും ബോംബർ എയർക്രാഫ്റ്റിൽ നിന്ന് മിസൈൽസ് ഫയർ ചെയ്യുന്നതിനും വ്യത്യാസമുണ്ട്. ബോംബർ വിമാനത്തിൽ നിന്ന് വെടിവെച്ചാൽ വളരെ വേഗത്തിൽ തന്നെ അത് ലക്ഷ്യത്തിലെത്തും. തറയിൽ നിന്നും വെടിവെക്കുകയാണെങ്കിൽ അത് തറയിൽ നിന്നും നേരെ ആകാശത്തിലേക്ക് പോകണം. അവിടെ നിന്ന് വീണ്ടും താഴേക്ക് ഫ്രീ ഫോൾ ആകണം. അതിന് സമയമെടുക്കും. അപ്പോ ഈ ബോംബർ എയർക്രാഫ്റ്റും അതിന്റെ വേഗത കാരണം കൊണ്ടും ഈ വിമാനത്തിലെ സ്റ്റാൻഡ് ഓഫ് റേഞ്ച്, അതായത് അതിന്റെ മിസൈൽസിന്റെ റേഞ്ച് അധികമായതുകൊണ്ടും ഇതിനെ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോകണം എന്ന ആവശ്യമില്ല. കോമ്പാക്ട് സോണിന് പുറത്തു നിന്നുകൊണ്ട് തന്നെ മുഴുവൻ പേലോഡും ലോഞ്ച് ചെയ്ത് തിരികെ അതിന്റെ ബേസിലേക്ക് റിട്ടേൺ ആകും. ഇത്രയേറെ നല്ല കാര്യങ്ങൾ ഈ ബോംബർ എയർക്രാഫ്റ്റിലുണ്ട്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് എന്താണ്? നമ്മൾ എന്തുകൊണ്ട് ഈ ബോംബർ വിമാനം ഉപയോഗിക്കണം എന്നുള്ളത് നോക്കിയാൽ തീവ്രവാദ സംഘടനകൾക്കെതിരെയാണ്. പലർക്കും അറിയാം തീവ്രവാദ സംഘടന പാകിസ്ഥാനിലുടനീളമുണ്ടെന്ന്. അവരെല്ലാവരും എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അവർ ആളുകളെ അയക്കും, ആക്രമണം നടത്തുകയും ചെയ്യും. ഈ ആക്രമണത്തിൽ അവർ എന്ത് പരിശീലനമാണ് നൽകുന്നത്? അവർ എവിടെ നിന്നാണ് ആളുകളെ ഇന്ത്യക്കുള്ളിലേക്ക് അയക്കുന്നത് എന്ന് നോക്കിയാൽ ബോർഡറിന് തൊട്ടടുത്ത ചില സ്ഥലങ്ങളുണ്ട്, ചില ഗ്രാമങ്ങൾ. അവിടെ ഒരു പ്രദേശത്തെ പിടിച്ചെടുക്കുകയും അവിടെ ഇവർക്ക് പരിശീലനം നൽകുന്നു. ഒരുപാട് പേരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവിടെ നിന്നാണ് അവരുടെ ആളുകളെ ആ തുരങ്കങ്ങളിലൂടെയെല്ലാം അകത്തേക്ക് അയക്കുന്നത്. ഈ ലോഞ്ചേഴ്സ് ഉണ്ടാകും, ലോഞ്ച് പാഡ്സ്. അവിടെ നിന്ന് തുരങ്കം വഴി ബോർഡറിലേക്ക് അയക്കുമ്പോൾ ബോർഡറിനകത്തേക്ക് അയാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരെ കണ്ടുപിടിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കണ്ടെത്തി അവരെ കൊല്ലുക എന്നത് വളരെ വെല്ലുവിളിയാണ്. എന്നാൽ അവർ അതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ ലോഞ്ച് പാഡ് നമ്മൾ നശിപ്പിക്കുകയാണെങ്കിൽ നമുക്കവിടെ ഒരു ഭീഷണി ഇല്ലാതാവുകയാണ്. ആ വ്യക്തി മാത്രമായിരിക്കില്ല മരിക്കുന്നത്, അവർക്ക് ട്രെയിനിങ് നൽകിയവർ, ആ ഒരു തീവ്രവാദ സംഘടനയിലെ പ്രധാനപ്പെട്ട ഹെഡും മരിക്കും. എന്നാൽ ആ ലോഞ്ച് പാഡ് എവിടെയാണെന്ന് നോക്കിയാൽ അത് പാകിസ്ഥാനുള്ളിലാണ്. പാകിസ്ഥാൻ അവരുടെ വ്യോമസേന ഉപയോഗിച്ചും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ ഉപയോഗിച്ചും ആ രാജ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോ ഈ തീവ്രവാദ സംഘടനയെ കൊല്ലണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് പ്രവേശിക്കണം. ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. പാകിസ്ഥാനുള്ളിലേക്ക് ചെന്ന് ആക്രമിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ അത് എസ്കലേറ്റ് ആയി രണ്ട് രാജ്യങ്ങൾക്കിടയിൽ യുദ്ധം വരികയും ചെയ്യും. ഈ സാഹചര്യത്തെ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബോംബർ വിമാനങ്ങളെ ഉപയോഗിക്കേണ്ടത്. ഇതിനു മുൻപ് ബാലക്കോട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നമ്മൾ മിറാഷ് 2000 വിമാനങ്ങൾ ഉപയോഗിച്ചു. അവിടെ പാകിസ്ഥാനെ ആശയക്കുഴപ്പത്തിലാക്കുകയും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനുള്ളിൽ പ്രവേശിച്ച് ബോംബിംഗ് ആക്രമണം നടത്തി തിരികെ പുറത്തേക്ക് വരികയും ചെയ്തു. ഈയൊരു സംഭവത്തിന് ശേഷം തീവ്രവാദ സംഘടനകൾ തീരുമാനിച്ചത് നമ്മൾ ഇനി ഇവിടെ ആയിരിക്കുകയാണെങ്കിൽ നമ്മളെ മുഴുവനായും അവർ നശിപ്പിക്കും, മറ്റെവിടെയെങ്കിലും പോകാം എന്ന് കരുതി അവരുടെ ഓപ്പറേഷൻ അവർ ചുരുക്കി. അങ്ങനെ അവർ അവരുടെ പദ്ധതി ചുരുക്കിയതുകൊണ്ട് അകത്തേക്ക് കയറുന്ന തീവ്രവാദികളുടെ എണ്ണവും കുറഞ്ഞു. ഇത് നമുക്കൊരു വലിയ വിജയമായി മാറി. അതിനാൽ TU-160 ബോംബർ വിമാനം നമ്മൾ വാങ്ങി വെറുതെ വച്ചിരിക്കുകയാണെങ്കിൽ പോലും ഇവർക്കൊരു ഭയം വരും. ഈ ബോംബർ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് ഒരുപക്ഷെ നമുക്ക് നേരെ ഇവർ ബോംബിടുമോ എന്നുള്ള ഭയത്തിൽ തന്നെ ലോഞ്ച് പാഡ്സ് എല്ലാം അകത്തേക്ക് കൊണ്ടുപോകാം എന്നവർ തീരുമാനിക്കും. അതേസമയം TU-160യുടെ വേഗത, അതിന്റെ സ്ട്രൈക്ക് പാക്കേജ്, അതിലുള്ള റേഞ്ച് ഇവയെല്ലാം നോക്കിയാൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ റേഞ്ചിന് പുറത്തു നിന്നുകൊണ്ട് തന്നെ ഇതിനെ ലോഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനാൽ പാകിസ്ഥാനുള്ളിൽ തന്നെ അവർക്ക് വലിയൊരു മുന്നറിയിപ്പ് നൽകും. ഇവിടെ ഇന്ത്യയുടെ പക്കൽ ഈ യുദ്ധവിമാനം ഉണ്ട്. ഈ യുദ്ധവിമാനം നമ്മുടെ റേഞ്ചിന് പുറത്തു നിന്നുകൊണ്ട് തന്നെ മിസൈൽ ലോഞ്ച് ചെയ്യാൻ കഴിയും. നിങ്ങൾ ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് സുരക്ഷയല്ല എന്ന് അവർ തന്നെ പറയും. അങ്ങനെ ഭയന്ന് പിന്മാറുകയും ചെയ്യും. അതിനാൽ തന്ത്രപ്രധാനമായൊരു പോയിന്റിൽ നോക്കിയാൽ ഈ ബോംബർ വിമാനം നമ്മൾ വെറുതെ വച്ചിരിക്കുന്നത് തന്നെ വലിയൊരു നേട്ടമാണ്. ഈ TU-160 എന്നത് തീവ്രവാദികൾക്ക് മാത്രം അല്ല, നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണത്തിന് വേണ്ടിയും ഇവ ഉപയോഗിക്കാം. ഇതിന്റെ റേഞ്ച് 12,000 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ചില ബ്രഹ്മോസ് പോലുള്ള മിസൈൽസും നിറച്ചുകൊണ്ട് നമുക്ക് പാട്രോളിംഗിന് ഉപയോഗിക്കാൻ സാധിക്കും. ചിന്തിച്ചു നോക്കുക, മാക് 2 വേഗതയിൽ പറക്കാൻ കഴിവുള്ള ഒരു ബോംബർ വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏകദേശം 16 ബ്രഹ്മോസ് മിസൈലുകളുമായി പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഏത് രാജ്യത്തിന്റെ നാവികസേനയാണ് അവരുടെ യുദ്ധക്കപ്പലുകളുമായി ധൈര്യത്തോടുകൂടി കടലിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക? തീർച്ചയായും നമുക്കിതൊരു നല്ല അസറ്റ് തന്നെയാണ്. എന്നാൽ ഇത് നമ്മൾ എങ്ങനെ വാങ്ങാൻ പോകുന്നു എന്നറിയില്ല. ഇത് മുഴുവനായും പണം കൊടുത്ത് വാങ്ങുമോ? അങ്ങനെ വാങ്ങണമെങ്കിൽ തന്നെ ഒരു എയർക്രാഫ്റ്റ് യൂണിറ്റിന്റെ കോസ്റ്റ് 350 മില്യണിലേക്ക് പോകും. ഏകദേശം 2 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് തുല്യമാകും. ഇനി ലീസിൽ എടുക്കുകയാണെങ്കിലും അതൊരു നല്ല ഓപ്ഷനാണ്. പക്ഷേ
ലീസിന് റഷ്യയുടെ പക്കൽ നിന്നും ഒരു ബോംബർ വിമാനം നൽകുമോ എന്നുള്ളതും അറിയില്ല. കാരണം അവിടെ യുദ്ധം നടക്കുകയാണ്. ഇതിനകം തന്നെ റഷ്യയിൽ നിന്നും നമ്മൾ വാങ്ങേണ്ട ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ ഡിലേ ആവുകയാണ്. 2028 മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്നും പറയുന്നു. ഒരു പക്ഷേ ഡീലിംഗ് ഒക്കെ നടത്തി അല്ലെങ്കിൽ ലീസിന് ഈ ഒരു വിമാനം എടുത്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഈ വിമാനം തീർച്ചയായും സൗത്ത് ഇന്ത്യയിലായിരിക്കും നമ്മൾ നിർത്തിവച്ചിരിക്കുക. കാരണം തന്ത്രപരമായി ഇന്ത്യൻ മഹാസമുദ്രത്തിനും അതിർത്തിയെ സംരക്ഷിക്കുന്നതിനും സൗത്ത് ഇന്ത്യയാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ബോംബർ വിമാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.